അതെ, ഞങ്ങൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് ഞങ്ങൾ ബസ് കയറി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ മേടമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് നേരെ നടക്കണം. ഇത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കുള്ള വഴിയാണെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കണം, എന്നാലും കുഴപ്പമില്ല. കണ്ടതാണെന്ന് പറഞ്ഞിട്ടാണ് ക്ഷേത്രം. ഈ കാണുന്നതാണ് ഈ ആറ്റുകാൽ ദേവീക്ഷേത്രം. നമുക്കിവിടെ ഇതിൻ്റെ മുന്നിലേക്ക് പോകാം. അവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതാണ് ഈ ആറ്റുകാൽ ദേവീക്ഷേത്രം കേട്ടോ. ആറ്റുകാൽ പൊങ്കാല നടത്തുന്ന ക്ഷേത്രമാണിത്. ഇതാണ് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടമാണ് കേട്ടോ ഈ കാണുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇന്ന് പോയി കണ്ടിട്ട് വരാം. ഉച്ച സമയമാണ്, ക്ഷേത്രം അടച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ കയറി തൊടാനൊന്നും പറ്റില്ല. ഞങ്ങളത് വെറുതെ ചുമ്മാ കാണാൻ വേണ്ടി വന്നതാണ്. അവിടെ ഹായ്, നമസ്കാരം. ഞങ്ങൾ ഈ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് കേട്ടോ. ഇതാണ് ഈ ആറ്റുകാൽ ദേവീക്ഷേത്രം. ഞാൻ ഇതുവരെ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് കേട്ടോ വരണത്. പക്ഷെ ഇവിടെ ഈ നടടച്ചിരിക്കുകയാണ്, ഉച്ചയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തൊടാനൊന്നും യാതൊരു നിർത്തില്ല. എന്നാലും ഇവിടെ വന്ന് കണ്ടിട്ടൊന്ന് കണ്ടാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. ഇദ്ദേഹം 2 പ്രാവശ്യം വന്ന് ഇവിടെ പൊങ്കാല കിട്ടിട്ടുള്ളതാട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ദേവിനെ കാണാനായിട്ട് ഞങ്ങളൊരു ദിവസം ഞങ്ങൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ നമുക്കിവിടെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ കുറേ ദൂരം ഉണ്ടെന്ന് വെച്ചാൽ വേണ്ട പോണ്ട, വെറുതെ ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം നമുക്ക്. ഇതിലാണ് ഈ നാരങ്ങ വിളക്ക് സമർപ്പിക്കുന്നത് ഇവിടെയാണ്, ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഒരുപാട് നാരങ്ങ വിളക്ക്, കടാവിളക്ക്, എണ്ണ, നാരങ്ങാഹാരം എന്നൊക്കെ ഇവിടെയാണ് ഇതിൻ്റെ രസീതൊക്കെ ലഭിക്കുന്ന സ്ഥലം കേട്ടോ. വഴിപാട് കഴിക്കുന്ന സ്ഥലം. മൊബൈൽ ഫോണിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ അനുമതിയില്ല. അത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇതിനകത്ത് ഇന്ത്യൻ കോഫി ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി സ്മാരകം. ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്, ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, പിന്നെ അമ്പ ഓഡിറ്റോറിയം കാരണം വേറെ. ഇനി ഞങ്ങളെ ആഴിമല ശിവക്ഷേത്രം കാണാൻ പോവുക. ഇവിടെ തൊട്ടടുത്ത് തന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് കിട്ടും. അപ്പോൾ ആ ബസ്സിന് തന്നെ ഞങ്ങൾ പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. ഓക്കെ.